പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ വിവാഹം കഴിക്കാൻ കൃഷ്ണന് പറ്റില്ല. ആ കാര്യം തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സാഗർ. നമ്മൾ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് എന്തൊക്കെ സംഭവിച്ചാലും പോവുകയില്ല എന്ന് സാഗർ സുജയോട് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ. ആ കാര്യം ഞാനും അച്ഛനെ അറിയിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ അച്ഛനോട് ആദ്യമേ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എനിക്ക് എൻ്റെതായ വഴി സ്വീകരിക്കേണ്ടതായി വരും. ഇതോടെ സാഗർ ദേവ്ജിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ദേവ്ജി, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല. ഞാൻ ചതിച്ചുവെന്നോ? എന്ത് ചതി? എന്നോട് അവനൊരു ഹെൽപ്പ് ചോദിച്ചു, ഞാനത് ചെയ്തു കൊടുത്തു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? അല്ല, മാനസികമായി അവൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യം ദേവ്ജിക്കും അറിയാവുന്നതല്ലേ? പിന്നെ ദേവ്ജി എന്താണ് കൺമണിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തത്? ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല സാഗർ. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സാഗറിനത് അറിയില്ല എങ്കിൽ അതെൻ്റെ കുറ്റമല്ല. പിന്നെ ഞാൻ അവരെ ഒന്നിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ കുട്ടി ഒരു സഹായം ചോദിച്ചു, ഞാനത് ചെയ്തു കൊടുത്തു. അവളുടെ ഭാഗത്ത് മറ്റേത് പെൺകുട്ടിയായാലും ഞാനത് തന്നെയേ ചെയ്യുള്ളൂ. അതിപ്പോൾ കൃപയായാലും ഒരു സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കണ്ടേ? അത് ശരിയായ കാര്യമല്ലേ? അപ്പോൾ മാനസികമായുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്ന ക്രിഷ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എനിക്ക് മനസ്സിലായില്ല. ദേവ്ജി, ഞങ്ങൾ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ വാക്ക് പാലിക്കണം. വാക്ക് കൊടുത്തതുകൊണ്ട് രണ്ടുപേരുടെ ജീവിതം തകർക്കണം എന്നാണോ പറയുന്നത്? ദേവ്ജിയോട് പറഞ്ഞു ചെയ്യിക്കാൻ ഞാനില്ല ദേവ്ജി. എനിക്കെന്തായാലും കൺമണിയെ കാണണം. കൺമണി. ആ, സാഗർ സാർ പറയൂ. കൺമണി, ഞാൻ ഇതുവരെ നിന്നോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. നീ വളരെ നല്ലൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ കൃഷിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഓൾറെഡി അലയൻസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ. ഇത് കേട്ട് കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. സാർ, ഞങ്ങൾ തമ്മിൽ എനിക്ക് എല്ലാം അറിയാം. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. കൺമണി എന്നെ സഹായിക്കണം. ഒരു അച്ഛൻ അപേക്ഷിക്കുകയാണ് നിന്നോട്. കൺമണി അത് ചെയ്തു തരില്ലേ? ശരി സാർ, ഞാനത് സാറിന് വേണ്ടി ചെയ്തു തരാം. ഇതേ തുടർന്ന് കൃഷിനെ ചെന്ന് കാണുന്ന കൺമണി, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം കൃഷ് സാർ. എന്താ കൺമണി പറയുന്നേ? എൻ്റെ അച്ഛൻ വന്നിരുന്നു ഇവിടെ. കൂടുതലൊന്നും എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമില്ല കൃഷ് സാർ. നമുക്ക് പിരിയാം. ഇതോടെ കൃഷ് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.